കോർപ്പറേറ്റ് ടാക്സ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുമ്പം അത് നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ നാട്ടിലെ ഇൻകം ടാക്സ് തന്നെയാണ് കോർപ്പറേറ്റ് ടാക്സ്. നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സിനകത്ത് 5 ഹെഡ് ഉണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിനകത്ത് വരുമ്പോൾ അത് ഒരൊറ്റ ഹെഡിൽ വരും. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത്? സാലറി ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ ബിസിനസ് ഇൻകം ഉണ്ട്, പിന്നെ അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ 5 ഹെഡുകളുണ്ട്. ഇതിനകത്ത് PGBP അല്ലെങ്കിൽ ബിസിനസ് ആൻഡ് പ്രോഫിറ്റ് ഗെയിൻസ് മാത്രം നമ്മളെടുത്ത് കോർപ്പറേറ്റ് ടാക്സിൽ വരികയാണ്. കോർപ്പറേറ്റ് ടാക്സ് GCC കൺട്രീസിൽ ആദ്യം ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ടാക്സ് സിസ്റ്റം അറിയാമല്ലോ, അവിടുത്തെ ശരിയത്ത് നിയമപ്രകാരം ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ലെന്നാണല്ലോ. പിന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ആവശ്യമായിട്ട് അവരെന്ത് ചെയ്തു? ഫോറിനേഴ്സിൽ നിന്ന് മാത്രം ടാക്സ് കളക്ട് ചെയ്ത് തുടങ്ങി. പല രാജ്യങ്ങളും അങ്ങനെ ആയി തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ബിസിനസ് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനത്തെ കുറച്ചധികം കോൺഫ്ലിക്റ്റ് ഉണ്ടായ ശേഷം കോർപ്പറേറ്റ് ടാക്സ് സിസ്റ്റം വളരെ രീതിയിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി. അങ്ങനെ സമയത്ത് GCCയിൽ എത്ര രാജ്യങ്ങളുണ്ടെന്ന് അറിയാം. അതിനകത്ത് 6 രാജ്യങ്ങളിൽ 5 രാജ്യങ്ങൾ ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് റീസെൻ്റ് ആയിട്ട് വന്നത് UAE ആണ്. UAEയിലെ കോർപ്പറേറ്റ് ടാക്സ് സിസ്റ്റം വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ UAEയിലെ കോർപ്പറേറ്റ് ടാക്സ് അവിടെയുള്ള എല്ലാവർക്കും ബാധകമാണ്. UAEയിലുള്ള ജനങ്ങളാണെങ്കിലും അവിടുത്തെ ഫോറിനേഴ്സ് ആണെങ്കിലും ആ UAEയിലെ കോർപ്പറേറ്റ് ടാക്സ് എല്ലാവർക്കും ബാധകമാണ്. അതുപോലെ തന്നെ UAE കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും റേറ്റ് കുറവുള്ള കോർപ്പറേറ്റ് ടാക്സ് സിസ്റ്റമാണ്. അറൗണ്ട് 9% UAE കോർപ്പറേറ്റ് ടാക്സ് വരുത്തുള്ളൂ. 9%. അതും നമ്മളുടെ പ്രോഫിറ്റ് 3,75,000 ദർഹംസിൽ കൂടുതലാവുകയാണെങ്കിൽ ആ കൂടുതലാവുന്ന പ്രോഫിറ്റ് മാത്രം. ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിക്കുക, നമ്മുടെ UAEയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ പ്രോഫിറ്റ് ഒരു 4 lakhs ദർഹംസ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് 3,75,000 വരെ എക്സംഷൻ ഉണ്ട്. അതിൽ നിന്ന് ബാക്കി എത്രയുണ്ട്? 25,000 അല്ലേ? 25,000 ദർഹംസ് നമുക്ക് എന്തുണ്ട്? എക്സസ് പ്രോഫിറ്റ് ഉണ്ട്. ഈ 25,000 ദർഹംസിൻ്റെ 9% എത്രയാണ്? 2,250. ഇത്ര എമൗണ്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. ഇത് UAE. അതുകൊണ്ട് തന്നെ UAEയിൽ മിക്ക എല്ലാ കമ്പനികൾക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് അവിടെ കോർപ്പറേറ്റ് ടാക്സ് കുറവാണ്. കമ്പാരിറ്റി മറ്റ് രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ കോർപ്പറേറ്റ് ടാക്സ് കുറവാണ്. UAEയിൽ ഈ ഇടയ്ക്ക് 2023 ജൂലൈ 1 കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് UAEയിൽ. ഇനി നമുക്ക് അടുത്ത രാജ്യത്തോട് പോകാം. അടുത്ത രാജ്യം GCCയിലെ തന്നെ ഏറ്റവും പ്രബലമായ രാജ്യം അല്ലെങ്കിൽ ഏറ്റവും പവർഫുള്ളായ രാജ്യമാണ് സൗദി അറേബ്യ. GCC എന്ന് പറയാം, GCCയുടെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് റിയാദിലാണ്. സൗദി അറേബ്യയിലാണ് GCCയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടെ വരുമ്പം നമ്മുടെ ഇവിടെ UAE ആയിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അവിടെ സൗദികൾക്കും അല്ലെങ്കിൽ അവിടുത്തെ നേഷൻസിനും GCCയിലുള്ള, അപ്പോൾ സൗദിയിൽ ഒരു GCC ദുബായിലുള്ള ഒരാൾ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, അവർക്കും അല്ലെങ്കിൽ സൗദിയിലെ ഒരാൾക്ക് അവിടെ കോർപ്പറേറ്റ് ടാക്സ് ബാധകമല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കോർപ്പറേറ്റ് ടാക്സ് ബാധകമേ അല്ല അവർക്ക്. അപ്പം അവിടെ കോർപ്പറേറ്റ് ടാക്സ് ബാധകമാവുന്നത് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഫോറിനേഴ്സിനും നോൺ സൗദീസ് ആയിട്ടുള്ള റെസിഡൻറ്റിനുമാണ് അവിടെ കോർപ്പറേറ്റ് ടാക്സ് ബാധകമാകുക. അതും ഹൈ റേറ്റ് ആണ്. ഇറ്റ്സ് അറൗണ്ട് 20% ആണ് അവിടുത്തെ കോർപ്പറേറ്റ് ടാക്സ്. സൗദിയിൽ വരുമ്പം കോർപ്പറേറ്റ് ടാക്സ് എത്രയാണ്? 20% ആണ്. ഇത് ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത്? നോൺ സൗദീസ് ഫോറിനേഴ്സിനും നോൺ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനുമാണ് കോർപ്പറേറ്റ് ടാക്സ് എവിടെ ബാധകമായിട്ടുള്ളത്? സൗദിയിൽ ബാധകമായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും പറയുന്നത് ഇത്ര എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ മാത്രമാണ് ടാക്സ് അടയ്ക്കണമെന്നല്ല. നമ്മുടെ പ്രോഫിറ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഒരു റൂളുണ്ട്, അത് UAEയിലുമുണ്ട്. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ആ പ്രോഫിറ്റിൻ്റെ 20% ടാക്സ് അടയ്ക്കാൻ പറയും. അത് നമ്മുടെ റെസിഡൻസി, നമ്മൾ നാഷണാലിറ്റി നോക്കിയിട്ടായിരിക്കും അടയ്ക്കുന്നത്. GCC നാഷണാലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ സൗദി നാഷണാലിറ്റി ആണെങ്കിലും നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് ബാധകമാവില്ല. പക്ഷേ നമ്മളൊരു ഫോറിനർ ആണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് അട്രാക്റ്റഡ് ആവും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഒരു മിക്സഡ് ആണെങ്കിൽ, മിക്സഡ് ഓണർഷിപ്പ് എന്ന് അറിയാമല്ലോ, അപ്പോൾ സൗദീസും ഉണ്ടാവും ഫോറിനേഴ്സും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫോറിനേഴ്സിൻ്റെ പോർഷന് മാത്രം കോർപ്പറേറ്റ് ടാക്സും സൗദീസിൻ്റെ പോർഷൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സക്കാത്ത് ടാക്സും ആയിരിക്കും ഉണ്ടാവുക. അപ്പം സൗദിയിൽ ഈ UAE ആയിട്ടുള്ള കമ്പാരിറ്റീവ് നോക്കുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അപ്രോച്ചാണ് വരുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അടുത്തത് കുവൈറ്റ്. കുവൈറ്റിനെ കുറിച്ച് നമുക്കറിയില്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ മണി. ഇപ്പോൾ അറൗണ്ട് ഇന്നത്തെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 1 rupee = 272.3 ആ 272-273 രൂപ ഇടയ്ക്ക് ആ ഒരു റേഞ്ച് വരും. ഭയങ്കര സ്ട്രോങ് കറൻസിയാണ് ലോകത്തിലെ തന്നെ.
കുവൈറ്റ് ദിനാർ എന്ന് പറയുന്നത്. അവിടെയും കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. അവിടെ വരുമ്പോൾ UAE ആയിട്ട് നോക്കുമ്പോൾ അവിടെ കുവൈറ്റുകൾക്കും ബാധകമാണ് കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ തന്നെ ഫോറിനേഴ്സിനും കോർപ്പറേറ്റ് ടാക്സ് ബാധകമാണ്. അവിടെ വരുമ്പോൾ റേറ്റ് 15% റേറ്റ് വരുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയിൽ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കോർപ്പറേറ്റ് ടാക്സ് കുവൈറ്റിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേഷൻ മെത്തേഡ് ഒരുപോലെ തന്നെയാണ്. അടുത്തത് ഒമാനാണ്. കുവൈറ്റുമായിട്ട് നോക്കുമ്പോൾ ഒമാനിൻ്റെ ടാക്സ് റേറ്റ് ഈക്വലാണ്. പക്ഷേ കാൽക്കുലേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സൗദിയുമായിട്ട് ഈക്വലാണ്. മനസ്സിലായില്ലേ? അവിടെ ഒമാനികൾക്കും സാധാ ഫോറിനേഴ്സിനും അവിടെ എന്ത് പറ്റും, അവിടെ കോർപ്പറേറ്റ് ടാക്സ് ബാധകമാണ്. ആപ്ലിക്കബിലിറ്റിയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ റേറ്റ് എത്ര നിശ്ചിത എമൗണ്ടോ കാര്യങ്ങളോ അവിടെയില്ല. പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ഇത്രയും രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഇവിടെയൊക്കെ എപ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ട്രേഡ് ലൈസൻസ് എടുത്ത സമയം അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് UAEയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഒമാനിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ഇനി പറയാൻ പോകുന്ന ഖത്തറിലാണെങ്കിലും നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് അപ്പോൾ തന്നെ എടുത്തിരിക്കണം. റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആനുവലി ആണെങ്കിലും രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് തന്നെ അപ്പോൾ ടൈം നിങ്ങൾ ട്രേഡ് ലൈസൻസ് കിട്ടി അപ്പോൾ തന്നെ എടുക്കണം. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള പെനാൽറ്റിയും വലിയ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അപ്പം ഇനി ഒമാൻ പറഞ്ഞു റേറ്റ്, നിങ്ങൾ ജസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പം അടുത്തത് ഇനി വരുന്നത് ഏതാണ്? ഖത്തറാണ്. ഖത്തർ രണ്ടാമത്തെ ഏറ്റവും ലോവസ്റ്റ് ടാക്സ് റേറ്റ് ഉള്ള രാജ്യം. UAE കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ടാക്സ് റേറ്റ് കുറവുള്ള രാജ്യമാണ്. 10% ഖത്തറിൻ്റെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. കാൽക്കുലേഷൻ മെത്തേഡൊക്കെ ഞാൻ നേരത്തെ UAEയിലും ഇതിലെല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഖത്തറിലും ആപ്ലിക്കൻ്റെ രജിസ്ട്രേഷൻ ഫസ്റ്റ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യണം. കോർപ്പറേറ്റ് ടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാക്സ് സിസ്റ്റം തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ ജോലി തരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു GCC കൺട്രീസിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞ ഈ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ ടാക്സിൽ ജോലി കിട്ടണമെങ്കിൽ ആ രാജ്യത്തെ കോർപ്പറേറ്റ് ടാക്സും വാറ്റിനെയും കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. ബഹ്റിനിൽ കോർപ്പറേറ്റ് ടാക്സ് ഇപ്പോൾ ഇല്ല. ഒരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയാം. 2025 ജനുവരി 1 തൊട്ട് MNC പോപ്പപ്പ് ടാക്സ് ജസ്റ്റ് ലൈക്ക് എ കോർപ്പറേറ്റ് ടാക്സ് തന്നെയാണ്. 750 മില്യൺ വേൾഡ് പ്രോഫിറ്റ് കൂടെ ഉള്ളവർക്ക് അത് ബാധകമാകും. അതിപ്പോൾ ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. 2025 ജനുവരി തൊട്ട് അത് ഇംപ്ലിമെൻ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റ് ടാക്സ് നിർത്തുകയാണ്. അപ്പം കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക് യു.